ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തനി നാടൻ രീതിയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പാചകം അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. ഈ കറി തയ്യാറാക്കാൻ നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കൻ ഉപ്പും വിനിഗറും ചേർത്ത് നന്നായി കഴുകിയതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പുളിയില്ലാത്ത കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1-2 മിനിറ്റ് സമയം എടുത്തിട്ട് മസാലയൊക്കെ ചിക്കന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ചിക്കൻ 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്താണ് ചേർക്കുന്നത്. അതിനായിട്ട് 3 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു 25 കാഷ്യൂസ് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓണാക്കിയതിന് ശേഷം ഒരു കടായി അടുപ്പിലോട്ട് വയ്ക്കാം. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ വിഭവമായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കാം. വേഗം ഫ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോഴത്തെ സവോള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള സവോള കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ പോരെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോവാതെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 4 ഏലക്ക, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 കറിയാമ്പൂവ്, 1 തക്കോലം, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ബേ ലീഫ്. ഇത്രയുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രഷ് കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് ചിക്കൻ നന്നായി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് ഒന്ന് ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഫ്രൈ ചെയ്ത സവാളയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ സവാളയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കാഷ്യൂനട്ടില്ലേ, അത് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അത് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ മിസ്സായി പോയി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കാഷ്യൂനട്ട് പേസ്റ്റൊക്കെ ഇതിൽ നന്നായിട്ട് യോജിച്ച് വരണം. ഇപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ, അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിതിൽ കാഷ്യൂനട്ട് പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ ഒരു മണം, നല്ല കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല തിക്ക് ഗ്രേവിയാണ്. ഞാനിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കൂടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൂടി അടിച്ചിടാൻ മറക്കരുതേ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.